വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചവ്വരിയും ജെല്ലിയും ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇഫ്താറിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ജെല്ലി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ജലാറ്റിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ലി തയ്യാറാക്കി എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അൺഫ്ലേവേർഡ് ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ചൈന ഗ്രാസ് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജലാറ്റിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ജലാറ്റിനൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ജെല്ലിക്ക് ചെറിയൊരു പുളിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് സ്ട്രോബെറി എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ സ്ട്രോബെറി എസൻസ് ആയതുകൊണ്ട് തന്നെ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 2 ഡ്രോപ്പ് ചേർത്ത ശേഷം കളർ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഡ്രോപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എസൻസ് ചേർക്കുമ്പോൾ എപ്പോഴും നോക്കി ചേർക്കണം. 1-2 ഡ്രോപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര കുത്തലായിരിക്കും. ഇപ്പോൾ നല്ലപോലെ തന്നെ സ്ട്രോബെറി എസൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതിൽ ഞാൻ ചേർക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസും ഇതുപോലെ തന്നെ 1-2 ഡ്രോപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പൈനാപ്പിൾ എസൻസ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ലെമൺ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ആയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറൊക്കെ തണുപ്പിച്ചെടുക്കുമ്പോഴേക്കും ജെല്ലി സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ചവ്വരിയാണ്. ചവ്വരി ഒന്ന് കഴുകിയ ശേഷമാണ് കുതിർത്തി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചവ്വരിയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചവ്വരി വേവിക്കാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ചവ്വരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 6 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ചവ്വരി വേവിച്ചെടുക്കാനായിട്ട്. ചവ്വരി വെന്ത് വരുന്ന സമയത്ത് വൈറ്റ് കളറൊക്കെ മാറിയിട്ട് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ചവ്വരി വെന്തതെന്ന് മനസ്സിലാവും. ഇപ്പോൾ ചവ്വരിയൊക്കെ ഞാൻ ഒരു അരിപ്പയിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചവ്വരിയിലത്തെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാനും അതുപോലെ തന്നെ ചവ്വരി ഓവർ കുക്കായി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കസ്റ്റേർഡ് മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്കിന് ഓവറായിട്ട് മധുരം വേണ്ട. അതായത് നമ്മളെ പായസത്തിൻ്റെ ഒരു മധുരമൊന്നും വേണ്ട. ഒരു നോർമൽ മധുരം മതി. അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കറക്റ്റ് ആയിരുന്നു. ഇനി നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കസ്റ്റേർഡ് പൗഡറിനൊന്നും അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കസ്റ്റേർഡ് പൗഡറൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ജെല്ലി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ജെല്ലി വെച്ചിട്ട് ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ചൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജെല്ലി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രോബെറി ജെല്ലിയും മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഫ്ലേവറിൽ നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറിയും പൈനാപ്പിളും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എസൻസ് ചേർക്കുമ്പോൾ എപ്പോഴും നോക്കി ചേർക്കണം. നമ്മൾ ബൗളിലേക്ക് ആദ്യം 1 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം അടുത്ത ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് പറ്റില്ല. ഭയങ്കര കുത്തലായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള കസ്റ്റേർഡ് മിൽക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് റെഡിയാക്കാം. അതിനായിട്ട് ബൗളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
കൂടെ തന്നെ കസ്റ്റേർഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പയിൽ അങ്ങനെ തന്നെ കൊട്ടി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ചവ്വരി ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത്. അത് നമ്മൾ പാലിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ ചവ്വരിയൊക്കെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ബൗളിൽ ഫുള്ളായിട്ടും ജെല്ലി ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ജെല്ലി ചേർത്ത് സെർവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജെല്ലിയൊക്കെ ചേർത്ത് മുന്നേ തന്നെ ഇത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ജെല്ലി മെൽറ്റായി പോകും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജെല്ലിയും ചവ്വരിയും ചേർത്തിട്ടുള്ള ഈ ഒരു കസ്റ്റേർഡ് ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇഫ്താറിനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ജെല്ലിയൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നല്ലപോലെ തണുപ്പിച്ച് കുടിക്കാനൊക്കെ ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പും മാറും, ദാഹവും മാറും. ചവ്വരിയും കസ്റ്റേർഡ് മിൽക്കും ജെല്ലിയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു അടിപൊളി ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തണുപ്പിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.